ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ കണ്ടീഷണൽ സെൻറ്റൻസസ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്താണ്, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. പലപ്പോഴും ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ ഇത്തരം ടേംസ് ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ചിലർക്കെങ്കിലും അക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്. എന്താണ് ഈ കണ്ടീഷണൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കണ്ടീഷണൽ സെൻറ്റൻസസ്? ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും. അത്തരം സെൻറ്റൻസുകളെയാണ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഈ സെൻറ്റൻസുകളൊക്കെ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഫ് എന്ന വേർഡിൽ ആയിരിക്കും. ഇഫ് എന്നാൽ എങ്കിൽ. ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് ഐ സീ യു ടുമോറോ ഐ വിൽ ഗിവ് യു മൈ ബുക്ക്. ഇഫ് ഐ സീ യു ടുമോറോ, ഞാൻ നിന്നെ നാളെ കാണുകയാണെങ്കിൽ ഐ വിൽ ഗിവ് യു മൈ ബുക്ക്, ഞാൻ എൻ്റെ ബുക്ക് നിനക്ക് തരാം എന്നാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഇഫ് ഐ സീ യു ടുമോറോ എന്നതാണ് കണ്ടീഷൻ. അതിൻ്റെ റിസൾട്ട് എന്താ? ഐ വിൽ ഗിവ് യു മൈ ബുക്ക്, ഞാൻ എൻ്റെ ബുക്ക് തരാം. ഇത്തരം സെൻറ്റൻസുകളാണ് കണ്ടീഷണൽ സെൻറ്റൻസസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ടൈപ്സ് ഓഫ് കണ്ടീഷണലാണ്. ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം? കണ്ടീഷണൽ സെൻറ്റൻസസ് ഇത് കൂടാതെ വേറെയും ഉണ്ട് ഇംഗ്ലീഷിൽ. പക്ഷേ നമ്മൾ ഇന്ന് ഈ 3 കണ്ടീഷണൽസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതാണ് ബേസ്. ഈ 3 കണ്ടീഷണൽ സെൻറ്റൻസസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടീഷണൽ സെൻറ്റൻസസും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. ഓരോ ടൈപ്പ് സെൻറ്റൻസും ഉപയോഗിക്കുന്നത് ഓരോ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഓരോ പ്രത്യേക കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് റിയൽ സിറ്റുവേഷൻസിന് വേണ്ടിയാണ്. റിയൽ സിറ്റുവേഷൻസ് ഇൻ ദ ഫ്യൂച്ചർ. എന്താണ് റിയൽ സിറ്റുവേഷൻസ്? റിയൽ സിറ്റുവേഷൻ, ഫ്യൂച്ചറിൽ റിയൽ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഫ്യൂച്ചർ മീൻസ് അത് റിയൽ അല്ലല്ലോ, പ്രസൻ്റ് അല്ലേ റിയൽ ആയിട്ടുള്ളത്. പക്ഷേ ഫ്യൂച്ചർ എങ്ങനെയാണ് റിയൽ ആവുന്നത്? അത് ഒരു പോസിബിലിറ്റി, ഒരു സാധ്യത ആണ്. ഫ്യൂച്ചറിൽ ഒരു കാര്യം നടക്കും എന്ന് നമ്മൾ ഒരു സാധ്യത കാണുന്നു. അതാണ് റിയൽ സിറ്റുവേഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് ഐ വിൻ ദ ലോട്ടറി ഐ വിൽ ബൈ എ BMW കാർ. ഇവിടെ ഇഫ് ഐ വിൻ ദ ലോട്ടറി, ഞാൻ ലോട്ടറി വിൻ ചെയ്യുകയാണെങ്കിൽ, ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാനൊരു BMW കാർ വാങ്ങും. അത് ഒരു പോസിബിലിറ്റിയാണ്. ഒരു ലോട്ടറി ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, അത് 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അറിയാം. ഞാൻ എടുത്തിരിക്കുന്ന ടിക്കറ്റ് വിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് BMW കാർ വാങ്ങാൻ സാധിക്കും, ഞാനത് വാങ്ങും. ആ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട BMW കാർ ഞാൻ വാങ്ങും എന്നാണ്. അത് ഒരു സാധ്യമാവുന്ന കാര്യമാണ്. ലോട്ടറി ഈ കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ, ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഇഫ് ഐ വിൻ ദ ലോട്ടറി ഐ വിൽ ബൈ എ BMW കാർ. വേറൊരു എക്സാമ്പിൾ. ഇഫ് ജോ വർക്ക്സ് ഹാർഡ് ഹി വിൽ ഗെറ്റ് എ പ്രൊമോഷൻ. ജോ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവന് ഒരു പ്രൊമോഷൻ കിട്ടും. വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് സാധ്യമാവുന്ന ഒരു കാര്യമാണ് പ്രൊമോഷൻ. ഒരു കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ സാധ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഫസ്റ്റ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് നോക്കാം. സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് അൺറിയൽ സിറ്റുവേഷൻസ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ. പ്രസൻറ്റിലും അതുപോലെ ഫ്യൂച്ചറിലും ഉള്ള അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിനാണ് സെക്കൻഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. എന്താണ് അൺറിയൽ സിറ്റുവേഷൻസ്? നമുക്കറിയാം ആ സിറ്റുവേഷൻ അത് സംഭവിക്കാൻ പോകുന്നില്ല, അത് സാധ്യമല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മളത് ഇമാജിൻ ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രീം ചെയ്യുന്നു. അത്തരം കോണ്ടെക്സ്റ്റിലാണ് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം.
നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, കാറുകളൊക്കെ ഇഷ്ടമാണോ? ഓക്കെ, എനിക്ക് കാറുകളൊക്കെ വലിയ ഇഷ്ടമാണ്. ഓ, എനിക്ക് BMW കാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓ, എന്തെങ്കിലും ഒരിക്കലും ഒരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ BMW കാർ വാങ്ങും എന്ന് പറയുന്നു. ഇഫ് ഐ വൺ എ ലോട്ടറി സംഡേ ഐ വുഡ് ബൈ എ BMW കാർ. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് തന്നെ അറിയാം അത് സംഭവിക്കാവുന്ന കാര്യമല്ല. എനിക്ക് ലോട്ടറി അടിക്കുക എന്ന് പറയുന്ന ലോട്ടറി ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ശീലം എനിക്കില്ല. എങ്കിലും ഞാൻ പറയുന്നു എനിക്കൊരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ BMW കാർ വാങ്ങും എന്ന്. അപ്പോൾ ഇത് ശരിക്കും ഇമാജിൻ ചെയ്തിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഡ്രീം ചെയ്തിട്ട് പറയുന്നതാണ്. ഓ, ഒരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാനൊരു BMW കാർ വാങ്ങും. അപ്പോൾ അതിനാണ് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് യൂസ് ചെയ്യുന്നത്. ഇഫ് ഐ വൺ, ശ്രദ്ധിക്കുക, വൺ, വിൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വൺ. അത് പാസ്റ്റ് ടെൻസ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ബൈ എ BMW കാർ. ഐ വുഡ് ബൈ, ഞാൻ ഒരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങും. അതൊരു ഇമാജിനറി കണ്ടീഷനാണ് അവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇഫ് ക്ലോസിൽ ഇഫ് ഐ വൺ എന്ന് ഉപയോഗിക്കുന്നത്. അവിടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അത് ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. അത് നടക്കാനുള്ള കാര്യമല്ല, അത് ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുന്നതാണ് എന്ന്. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ജോ വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് ഗെറ്റ് എ പ്രൊമോഷൻ. ജോ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളല്ല, ആൾ വർക്ക് ചെയ്യില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇനിയും ഫ്യൂച്ചറിലും വർക്ക് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. എങ്കിലും നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്, ഇഫ് ജോ വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് ഗെറ്റ് എ പ്രൊമോഷൻ. ജോ ഇനിയും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഇനിയും വർക്ക് ചെയ്യാനൊന്നും, ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല, അപ്പോൾ അവന് പ്രൊമോഷൻ കിട്ടാനും പോകുന്നില്ല. അത് പറയുന്ന ആൾക്ക് അറിയാം. സോ നമുക്ക് ഈ സെക്കൻഡ് കണ്ടീഷനിൽ അവിടെ ഉപയോഗിക്കാം. ഇഫ് ജോ വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് ഗെറ്റ് എ പ്രൊമോഷൻ. ഇപ്പോൾ നമ്മളിവിടെ 2 സെൻറ്റൻസസ് പറഞ്ഞു. ഈ 2 സെൻറ്റൻസും ഫ്യൂച്ചറിൽ നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഡ്രീം ചെയ്തുകൊണ്ട് പറയുകയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ മാത്രമല്ല ഈ സെക്കൻഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്, പ്രസൻറ്റ് സിറ്റുവേഷനിലും അത് പറയാം. പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇമാജിനറി, അതല്ലെങ്കിൽ അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ, ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ് ഫ്ലൈ ഓൾ ഓവർ ദ വേൾഡ്. എനിക്ക് വിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലോകം മുഴുവൻ പറക്കുമായിരുന്നു. ഇവിടെ പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റിയല്ല, ഇപ്പോൾ വിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഇപ്പോഴുള്ള പ്രസൻറ്റ് കണ്ടീഷനിൽ തന്നെയാണത് പറയുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്, സംഭവിക്കാത്ത ഒരു കാര്യം, ഒരു വിങ്സ് എനിക്ക് ഗ്രോ ചെയ്ത് വരുമെന്നോ പറക്കാൻ കഴിയുമെന്നോ അതൊന്നും സാധ്യമാവുന്ന കാര്യമല്ല എന്നറിയാം. എങ്കിലും ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ് ഫ്ലൈ ഓൾ ഓവർ ദ വേൾഡ്. ഐ ഹാഡ് വിങ്സ്, ഹാഡ് അവിടെ ഉപയോഗിച്ചത് നമ്മൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ്. അപ്പോൾ ഇത്തരം സെൻറ്റൻസിലും നമുക്ക് സെക്കൻഡ് കണ്ടീഷണൽ ഉപയോഗിക്കാം. ഐ വുഡ് ഫ്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ എഴുതി അപ്പോസ്ട്രഫി ഇട്ടു, അത് കഴിഞ്ഞ് ഡി എഴുതിയാൽ ഐ വുഡ് എന്നതിൻ്റെ കൺട്രാക്ഷൻ ആണ്, ഷോർട്ട് ഫോം. ഇനി നമുക്ക് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് നോക്കാം. തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത് അൺറിയൽ സിറ്റുവേഷൻസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ എങ്ങനെയാണ് സിറ്റുവേഷൻസ് അൺറിയൽ ആവുന്നത്? പാസ്റ്റ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഗോൺ, കഴിഞ്ഞുപോയി, അത് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് അത് അൺറിയൽ എന്ന് പറയുന്നത്. ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി ഐ വുഡ് ഹാവ് ബോട്ട് എ BMW കാർ. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാനൊരു BMW കാർ വാങ്ങുമായിരുന്നു. ഞാൻ ലോട്ടറിയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ലോട്ടറി വിൻ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് BMW കാർ വാങ്ങാനും പറ്റിയില്ല. അപ്പോൾ അത് പാസ്റ്റ്, കഴിഞ്ഞുപോയി, അത് നടന്നില്ല. പക്ഷേ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇതുപോലെ ഇമാജിൻ ചെയ്തിട്ട് പറയാം, ഞാൻ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ലോട്ടറി ഞാൻ വിൻ ചെയ്തിരുന്നെങ്കിൽ ഞാനൊരു BMW കാർ വാങ്ങുമായിരുന്നു. ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി ഐ വുഡ് ഹാവ് ബോട്ട് എ BMW കാർ. നമ്മൾ ഇമാജിൻ ചെയ്യണം, അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന്. വേറൊരു എക്സാമ്പിൾ, ഇഫ് ജോ ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് ഹാവ് ഗോട്ട് ദ പ്രൊമോഷൻ. ജോ
വർക്ക് ചെയ്തില്ല, അവന് പ്രൊമോഷൻ കിട്ടിയില്ല, വേറൊരാൾക്ക് പ്രൊമോഷൻ കിട്ടി. പക്ഷേ നമ്മൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് ജോ വർക്ക് ചെയ്തിരുന്നെങ്കിൽ അവന് പ്രൊമോഷൻ കിട്ടുമായിരുന്നു. അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എങ്കിൽ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് പറയുന്നതാണ് തേർഡ് കണ്ടീഷണൽ. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നത് റിയൽ സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചറിലെ റിയൽ സിറ്റുവേഷൻ, റിയൽ പോസിബിൾ സിറ്റുവേഷൻ, സാധ്യമാവുന്നതാണ് ഫ്യൂച്ചറിൽ. സെക്കൻഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത് അൺറിയൽ, അതല്ലെങ്കിൽ ഇമാജിനറി സിറ്റുവേഷൻസ് ഇൻ ദ ഫ്യൂച്ചർ ഓർ ഇൻ ദ പ്രസൻറ്റ്. ഫ്യൂച്ചറിലോ അതല്ലെങ്കിൽ പ്രസൻറ്റിലോ നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് അൺറിയൽ സിറ്റുവേഷൻസിനെ പറ്റി പറയുമ്പോഴാണ് സെക്കൻഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിലെ അൺറിയൽ സിറ്റുവേഷൻസിനെ പറ്റി പറയാനാണ്, ഇമാജിൻ ചെയ്തുകൊണ്ട് നടക്കാതിരുന്ന ഒരു കാര്യം. ഇനി എങ്ങനെയാണ് ഈ 3 കണ്ടീഷണൽ സെൻറ്റൻസസും ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഒരു ഗ്രാമാറ്റിക്കൽ ഫോം എങ്ങനെയാണ്? കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു കണ്ടീഷൻ പാർട്ട് ഉണ്ടാവും, പിന്നെ ഒരു റിസൾട്ടും ഉണ്ടാവും. ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് നോക്കാം നമുക്ക്. ഇഫ് ഐ വിൻ ദ ലോട്ടറി ഐ വിൽ ബൈ എ BMW കാർ എന്നാണ് പറഞ്ഞത്. ഇഫ് ഐ വിൻ, അതാണ് കണ്ടീഷൻ. ഐ വിൽ ബൈ എന്നുള്ളതാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇഫ് ഐ വിൻ എന്ന് പറയുമ്പോൾ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വിൻ. റിസൾട്ട് പാർട്ടിൽ വരുന്നത് ഐ വിൽ ബൈ, സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ സിമ്പിൾ വിൽ ബൈ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ ആണ്. പിന്നെ റിസൾട്ട് പാർട്ടിൽ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ സിമ്പിൾ ആണ്. ഇനി സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താ? ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ബൈ എ BMW കാർ. ഇഫ് ഐ വൺ, ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ, വിൻ എന്നുള്ളതിൻ്റെ V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് വൺ. അപ്പോൾ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ ആണ് കണ്ടീഷൻ പാർട്ടിൽ വരുന്നത്. പിന്നെ റിസൾട്ട് ഐ വുഡ് ബൈ എന്നാണ് വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദി വേർബ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസിൻ്റെ സ്ട്രക്ചർ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ. അതിൻ്റെ റിസൾട്ട് പാർട്ടിൽ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വേർബ്. ഇനി നമുക്ക് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ എന്നാണ്. ഇഫ് ഐ ഹാഡ് വൺ എന്നാണ്. അപ്പോൾ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് വൺ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പിന്നെ അതാണ് കണ്ടീഷൻ പാർട്ട്, ഇഫ് ഐ ഹാഡ് വൺ. ഇനി റിസൾട്ട് പാർട്ടിൽ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഐ വുഡ് ഹാവ് ബോട്ട്, സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വേർബ്, ഐ വുഡ് ഹാവ് ഗോൺ. അപ്പോൾ തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. റിസൾട്ട് പാർട്ടിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വേർബ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ്, അത് എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എവിടെയാണത് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ഒരു സ്ട്രക്ചറും മനസ്സിലായല്ലോ. അപ്പോൾ 3 സെൻറ്റൻസസ് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്.